മീനുകൂട്ടാ, എന്തോ 10 വർഷമായില്ലേ? അതെ. ഒരു മൂളിപ്പാട്ടെങ്കിലും പാടിക്കൂടെ? ഞാനോ? ഏറ്റവും മൂളാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാ? എനിക്ക് എല്ലാ പാട്ടും ആക്ച്വലി മൂളാൻ എന്നാലും ഇഷ്ടമാ. മീനൂട്ടി വീട്ടിലൊക്കെ ഉള്ളപ്പോ ചുമ്മാ അതിൽ കൂടെ ഒക്കെ നടക്കുമ്പോ ചുമ്മാ മൂളിപ്പാട്ട് പാടുന്ന പാട്ടുണ്ടാവില്ലേ ഏതെങ്കിലും ഒക്കെ? അങ്ങനെ കൊറേ പാട്ടുണ്ട്. എന്നാലും ഒരു പാട്ട് കൂടുതൽ എങ്ങനെ പാടിയിട്ടുള്ളത്? എന്നിട്ട് അതൊന്ന് മൂളിക്കേന്ന് പറയാനല്ലേ? അതെ. അതുകൊണ്ട് ഞാൻ അത് പറയൂല. പറയുന്നില്ല, ഇപ്പൊ പറയുന്നില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നമുക്കറിയാം. അയ്യോ, അങ്ങനെ ഒരു പാട്ടോ? ഒരൊറ്റ പാട്ട്. എല്ലാരും ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുക. ഭരിതരാവുന്നെ. മീനൂട്ടി ആരാ? ആരാ? ചെറിയ വലിയ കക്ഷിയല്ലാണ്. ഇല്ല എനിക്ക് അങ്ങനെ അറിയാൻ മേല. മീനൂട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പാട്ട് പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ കൊറേ പാട്ടുണ്ട്. എന്നാ 3 പാട്ട് പറഞ്ഞോ. നിലാവിന്റെ ഒന്ന്, ആ നിലാവിൻ, പിന്നെ MJ അങ്കിളുടെ മിന്നാ മിന്നി. അത് എന്നെ സൂചിപ്പിച്ചാണോ? ഞാൻ ഇത് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഇപ്പൊ 2 പാട്ട് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ പാടി- മതിയോ? ആ. അത്ര മതി. ശരി, അപ്പൊ മിന്നാമിനി പറഞ്ഞില്ലേ, ആ. അതിന്റെ 2 ലൈൻ പാടി. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്നാ നിലാവിന്റെ നില ഇല്ല, അതും ഞാൻ പാടാം. അതൊക്കെ എനിക്ക് പാടി കേൾക്കാനാ ഇഷ്ടം. അല്ല പാടാറുണ്ടെന്നല്ലോ പറഞ്ഞു അപ്പൊ ഒരു മൂളിപ്പാട്ട്. കാര്യം, അത് അപ്പൊ ഒരു കാര്യം ചെയ്യാം. പറഞ്ഞു മധുവും നമ്മുടെ മീനൂട്ടി കൂടെ എനിക്കത് ഓർമ്മ. കൂടെ പഠിക്കും. ഏത് പാട്ടാ? ഞാൻ പാടൂല. ഞാൻ വായ തുറക്കൂല. ഒന്നിച്ച് ഞാൻ മിണ്ടൂല. മധുങ്ങളെ ശരി പാടിത്തരോ? മധുവിന്റെ കൂടെ പഠിക്കോ? ഞാൻ പാടൂല. കൂടെ പാടൂല. ഏത് പാട്ട്? പ്ലീസ്. എന്നിട്ട് എന്താ ഞാൻ ആ പാട്ട് വെറുക്കണോ? അച്ഛനാണ് പറയുന്നത്. അച്ഛൻ ഇല്ല അച്ഛാ, ഞാൻ ആയുധം വെച്ച് അച്ഛൻ പറഞ്ഞ കീഴടങ്ങി. കേക്കണം. ഞാൻ വേണമെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യുമ്പോ അവിടെ വന്നിട്ട് പാടിത്തരാം. അതിനെനിക്ക് സ്കില്ലുണ്ട്. ആര് ചേച്ചിക്ക് ഞാൻ പാടി തന്നിട്ടില്ലേ? എനിക്ക് പാടി തന്നിട്ടുണ്ട്. ഉണ്ട്, കണ്ടാ? അപ്പൊ ആ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഈ മൈക്ക് വന്ന് പാടുക. എസ്തർ കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. മധു അങ്കിൾ, Me? വെൽക്കം. What about him? What about him? No, you. തൊട്ട് മുന്നേ വന്നു. You with the jacket. Go. MJ സാറും മതി. ഇപ്പൊ MJ സാർ ആണ്ടെ, മധു അങ്കിൾ ഇറങ്ങി വന്ന്. MJ സാർ ചെല്ല്. MJ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ലല്ലോ. ഇതുവരെ കിട്ടിയിട്ടില്ല. Yes. അതെ, MJ സാർ. കിട്ടി. പക്ഷെ MJ സാർ മധുവിനെ എണിച്ചതല്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മധുമംഗൾ അങ്ങനത്തെ ഫീലൊന്നുമില്ല. എനിക്ക് ഫീൽ ഉണ്ട്. മധുരെ വിഷമിക്കാൻ പറ്റില്ല. ഒന്നുമില്ല, ഇപ്പൊ എഴുന്നേക്കാൻ കഴിയും. അതാണ് മടി പിടിച്ചിരിക്കുക അവിടെ. ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ല കൊച്ചിന്. അതെ, അതെ. അല്ല, ഈ കോസ്റ്റ്യൂമിന്റെ കഥ കേട്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. പറഞ്ഞു കഴിഞ്ഞാല് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, അതല്ലേ അങ്ങനെയല്ലേ പോണ്ടത്? അതൊരു ട്രഡീഷൻ ആണല്ലോ. അപ്പൊ ഇത്രയും നാളെ MJ അങ്കിൾ അറിഞ്ഞ പോലും ഇല്ല. അറിഞ്ഞിട്ടില്ല. കാലം തൊട്ട് സംസ്കരിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ലാന്ന്. MJ അങ്കിൾ ഇങ്ങനെ നിക്കുക. അത് ജനറേഷൻ ടു ജനറേഷൻ. അപ്പൊ എസ്തർ അടിമുടി ഒന്ന് നോക്കി. എന്നിട്ട് ഒരു കാര്യമുണ്ട്, എന്റെ കാലം വാരാനുള്ളതല്ല. ഞാൻ പറഞ്ഞോണ്ടെന്ന് എന്താ വെച്ചാ, ഇത്രയും നാളും അത് കാത്തു വെച്ചില്ലേ, അതാണ്. ആ അമ്മയ്ക്ക് ഒരു വലിയൊരു നമസ്കാരമുണ്ട്, സ്നേഹമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതിരിക്കട്ടെ, ഇതൊരു ഉടുപ്പ്. ഒരു ഉടുപ്പ്. അത് അന്ന് അമ്മ തന്ന ഉടുപ്പ് പോലെ തന്നെ ഒത്തിരി സ്നേഹമുള്ള നമ്മുടെ കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പ്. ഓക്കെ, ഇതൊരു 25 വർഷം കയ്യിൽ വെച്ചിരിക്കണം. അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യാം. കാശ് കൊടുക്കാന്ന്. ഓക്കെ, താങ്ക് യു MJ അങ്കിൾ. താങ്ക് യു എസ്തർ കുട്ട. ബൈ. ഗുഡ് നൈറ്റ്.